വിഷു ആവണതിൻ്റെ മുന്നേ തന്നെ കണിക്കൊന്നയൊക്കെ പൂത്തു അല്ലേ? നിറയെ കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നുണ്ട്. ഹലോ, നമസ്കാരം. നമ്മളിന്ന് ഒരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ കുറച്ച് കറിവേപ്പില പൊട്ടിക്കട്ടെ. നിറച്ച് പുളിയുറുമ്പ് ഇതിൻ്റെ മുകളിലൊക്കെ അല്ലേ. ഞാൻ പറഞ്ഞ പോലെ ഒരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ട് വന്നിരിക്കുകയാണ്. ആദ്യത്തിന് നാളികേര ചട്നി വലിയ താല്പര്യമില്ല. ദോശയുടെയും ഇഡ്ഡലിയുടെയും ഒക്കെ കൂടെ എന്തെങ്കിലും ഒരു ചമ്മന്തിയാണ് ഏത് സമയവും ആദ്യം മോഹമുള്ളത്. അപ്പോൾ നമ്മൾ അമ്മമാർ പൊതുവേ മക്കൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടാണോ നമ്മൾ ഓരോന്ന് ഉണ്ടാക്കി ശ്രമിക്കുക അല്ലേ, അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ നടത്തുക. അതുപോലെ തന്നെയാണ് ഞാൻ ആദ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ടൈപ്പ് ചമ്മന്തികൾ പരീക്ഷിക്കാറുണ്ട്. കാരണം അതിന് നാളികേര ചട്നി വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട്. നാളികേര ഇഷ്ടമല്ല എന്നല്ല കേട്ടോ, നാളികേര ഉള്ള ചട്നികളൊക്കെ ഇഷ്ടമാണ്, ചമ്മന്തികളൊക്കെ ഇഷ്ടമാണ്. ഞാൻ വേറെ പല വെറൈറ്റിയും വേറെ പിന്നെ കാണിച്ചു തരാം. ഇത് വളരെ ഈസി ആയിട്ട് വളരെ 2 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കൊരു ചട്നി അല്ലെങ്കിൽ ഒരു ചമ്മന്തി അരയ്ക്കാൻ പറ്റും. തക്കാളിയും സവാളയും മാത്രം വെച്ചിട്ട്. ചമ്മന്തിയുടെ റെസിപ്പി എനിക്ക് ഒരുപാട് പണ്ട് ഒരു 10-15-20 വർഷം മുന്നേ ശ്രീലയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. ശ്രീല നല്ലയിടം, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന നല്ലയിടത്ത് അടുക്കളയിലെ ശ്രീല നല്ലയിടത്തിൻ്റെ നിന്ന് നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും തോന്നുന്നു. ശ്രീല എൻ്റെ കസിനാണ്. ശ്രീല പണ്ട് ബാംഗ്ലൂർ വന്ന്, പണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വരാറുള്ളതുണ്ട്, ഇല്ല എന്നല്ല. പണ്ടൊക്കെ ബാംഗ്ലൂർ വരുന്ന സമയത്ത് ശ്രീല പെട്ടെന്ന് ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു പ്രാവശ്യം ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു ചമ്മന്തി ആയിരുന്നു ഇത്. വളരെ ഈസിയാണ്, നല്ല ക്വാണ്ടിറ്റിയിൽ കിട്ടും ചെയ്യും നമുക്കത്. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ ബന്ധുക്കളായിക്കഴിഞ്ഞാലും അതുപോലെ ഫ്രണ്ട്സ് ആയിക്കഴിഞ്ഞാലും ഏറ്റവും അധികം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ടാണ്. കാരണം വന്ന് കഴിച്ചവർക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിയിട്ട് കഴിച്ചവർക്ക്. അതുപോലെ ഭയങ്കര ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ, 2 മിനിറ്റ് തന്നെ ശരിക്കും വേണ്ടു. അതുകൊണ്ട് എല്ലാവരും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു റെസിപ്പി ഇടാൻ വേണ്ടിയിട്ട്. ഈ ഒരു 3 ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ആ ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ ശ്രീല പക്ഷേ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് 4 ഒരു വിസ്തരിച്ചിട്ടുണ്ടാക്കില്ലെന്ന് പറയില്ല, അതുപോലെ മുളകൊക്കെ വറുത്ത്, അതിന് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. മുളകൊക്കെ വറുത്തെടുത്ത് അങ്ങനെയൊക്കെയാണ്. ഞാൻ ഭയങ്കര മടിച്ചാണ്. അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ ഒരു ഈസി വേർഷനാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. 2 മിനിറ്റ് കൊണ്ട് കഴിയുന്ന വിധത്തിൽ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു ചമ്മന്തിയുടെ റെസിപ്പി ഇന്നൊന്ന് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആകെ 3 ഐറ്റം കൊണ്ടാണ് നമ്മൾ ഈ ചമ്മന്തി ഉണ്ടാക്കണത്. വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്നാണ് നമ്മൾ ഉണ്ടാക്കണത്. ആകെ 3 ഐറ്റം വേണ്ടത് സവാളയും തക്കാളിയും അതുപോലെ മുളക് പൊടിയാണ്. ഇതാണ് മുളക് പൊടി. ഇവിടെ പൊടിക്കുന്ന മുളക് പൊടിയാണ്, കുറച്ച് എരിവുള്ള മുളക് പൊടിയാണ്. അതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു 1/4 സ്പൂണോളെ എടുക്കുന്നുണ്ടാവുള്ളൂ. നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടത് എന്നുള്ളതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഒരൊറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എത്രയാണ് തക്കാളി എടുക്കുന്നുണ്ടെങ്കിൽ അതേ ക്വാണ്ടിറ്റിയിൽ സവാള എടുക്കാൻ ശ്രമിക്കുക. എന്ന് പറഞ്ഞാൽ തക്കാളി ഒരെണ്ണമാണ് എടുക്കണത് എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരേ സൈസിലുള്ള സവാളയും കൂടി എടുക്കാൻ ശ്രമിക്കുക. ഇതിൽ നമ്മൾ തക്കാളി മാത്രമേ വഴറ്റുന്നുള്ളൂ, സവാള നമ്മളൊന്നും വഴറ്റുന്നില്ല. അപ്പോൾ ക്വാണ്ടിറ്റി നല്ലതായിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ആദ്യം വേണ്ടത് ഇത് നുറുക്കുകയാണ്. ഇത് നുറുക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സവാളയും തക്കാളിയും നുറുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ നുറുക്കാം കേട്ടോ. കാരണം ഇത് എന്തായാലും അരയ്ക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇന്ന ഷേപ്പിൽ നുറുക്കിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഞാനിവിടെ സവാള ഇങ്ങനെ നുറുക്കി വെച്ചിട്ടുണ്ട്. തക്കാളി ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. അത് വഴണ്ട് കിട്ടാൻ പെട്ടെന്ന് എളുപ്പമാണ് ചെറുതായിട്ട് നുറുക്കി കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെറുതായിട്ട് നുറുക്കിയിട്ടുള്ളത്. പിന്നെ വേണ്ടത് നമുക്ക് മുളക് പൊടിയാണ്. മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. ആദ്യം ഒരു ചീൻചട്ടി വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് കുറച്ച് എണ്ണയിലൊഴിക്കാം. ഒരു സ്പൂൺ എണ്ണയാണ് ഞാൻ ഇതിൽ ഒഴിച്ചിട്ടുള്ളത്. ഇത്ര എണ്ണയെ വേണ്ടു. നമുക്ക് ആ മുളക് പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കണം, അതിന് വേണ്ടിയിട്ടുള്ള എണ്ണയാണ് കേട്ടോ അത്. നന്നായിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മളിത് ഓഫാക്കുകയാണ്. ഇത്രയും മൂത്ത എണ്ണയിൽ മുളക് പൊടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മളത് ഓഫാക്കിയിട്ട് മാത്രമാണ് കേട്ടോ മുളക് പൊടി ഇടുന്നത്. ഇതിൻ്റെ എണ്ണയുടെ ചൂടൊന്ന് കുറയട്ടെ. എണ്ണയുടെ ചൂടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. നമ്മളിത് ഇത്രയും മുളക് പൊടിയാണ് ഞാൻ ഇടുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കുറച്ച് എരിവ് മുന്തി നിന്ന് കഴിഞ്ഞാൽ തന്നെയാണ് കേട്ടോ ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവുക. കാരണം അത്ര ആകെ 2 ഐറ്റം മാത്രമല്ലേ ഉള്ളൂ നമുക്ക്. ഞാനിത് ഈ എണ്ണയിൽ ഇതിട്ടു. അപ്പം തന്നെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇളക്കി ഉടൻ തന്നെ തക്കാളി ഇടുകയാണ്. ഇനി വീണ്ടും നമുക്ക് തീ കത്തിക്കാം. ഈ തക്കാളി നന്നായിട്ട് ഒന്ന് വെന്ത് സോഫ്റ്റായിട്ട് വരണം. അതുവരെ ഇളക്കണം. ചെറിയ ആയിട്ടുള്ള തീയിൽ മാത്രമേ ഇട്ടാക്കിയാവൂ. നല്ല ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ബേണായിട്ട് പോവും, കരിഞ്ഞു പോവും.
തക്കാളിയൊക്കെ നല്ലതായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഓഫാക്കാം. ഇത്രയേ വേണ്ടൂ, വേറെ യാതൊരു കുക്കിംഗ് പരിപാടികളും ഇല്ല. ഇത് നമുക്ക് ഓഫാക്കാം. ഇത് തണുത്ത ശേഷം വേണം കേട്ടോ അരയ്ക്കാൻ. ഇതിൽ വേണ്ട കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് എടുക്കാം കേട്ടോ. അതൊന്നും കുഴപ്പമില്ല, കാരണം നമുക്കിത് കുറച്ച് വെള്ളമായാലും പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ഇതൊന്ന് നന്നായിട്ട് തണുക്കട്ടെ, എന്നിട്ട് വേണം നമ്മൾ അരയ്ക്കാൻ. തക്കാളി ചൂടാറുന്ന സമയം കൊണ്ട് ദോശ ഉണ്ടാക്കിയാലോ? തട്ട് ചൂടായിട്ടുണ്ട്. ദോശ നല്ല ദോശ, നെയ്യിൽ ചുട്ട ദോശ, അച്ചമാവും പുളിച്ചമാവും കലക്കി ചുട്ട ദോശ. ഒരു മിനിറ്റ് ആയിട്ടുള്ളൂ. തക്കാളിയുടെ മിക്സ് തണുത്തിട്ടുണ്ട്. അരയ്ക്കുകയാണേ. ആദ്യം ഞാനത് ഈ ഉള്ളിയൊക്കെ ഇതിലെടുത്തേ. ഇനി തക്കാളിയുടെ മിക്സും കൂടി ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി എത്രയാണ് ഉപ്പ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതും കൂടി ഇടാം. ആദ്യം നമ്മളൊരു ചെറിയ ക്വാണ്ടിറ്റി ഉപ്പ് ഇടുള്ളൂ. വേണമെങ്കിൽ പിന്നെ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചേർക്കാമല്ലോ. കാരണം ഇത് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ, ഒരുപാട് ഉണ്ടാവില്ല. അരക്കട്ടെ കേട്ടോ. രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടും കൂടി നമുക്ക് എടുക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലൂസായാലും കുഴപ്പമൊന്നുമില്ല. ഇതാണ്ട കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അതും കൂടി ഇതിൽ ഒഴിക്കുകയാണ് ഞാൻ. ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ഇതിൽ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം കേട്ടോ. എനിക്ക് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ഞാനത് ഒഴിക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിൽ ഒഴിച്ച് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് കിട്ടും. അമ്മയ്ക്ക് നല്ല ഇഷ്ടമാണ്, രമേശ് ഏട്ടൻ്റെ അമ്മയ്ക്ക് ഈ ഒരു ചമ്മന്തി. ഞാൻ അമ്മയ്ക്കൊന്ന് കൊടുക്കട്ടെ കേട്ടോ. അമ്മയ്ക്ക് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്, അമ്മയ്ക്ക് കൊടുത്തു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അമ്മ പറയും. നല്ല ക്രിസ്പി ദോശ ഉണ്ടായിട്ടുണ്ട്. ഇത് അമ്മയാണ് കഴിക്കണത്. അമ്മയ്ക്ക് ഇത് ഇങ്ങനത്തെ പ്ലേറ്റിൽ കഴിക്കാനാണ് ഇഷ്ടം. കാരണം ചമ്മന്തിയും അല്ലെങ്കിൽ ചട്നിയും ഒന്നും ദോശയുടെ മുകളിലാവണത് അമ്മയ്ക്ക് ഇഷ്ടമല്ല. അപ്പം നമുക്ക് അമ്മയ്ക്ക് കൊടുക്കാം. അപ്പം അമ്മയാണെന്ന് ടേസ്റ്റ് ചെയ്യണത്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണിത്. അമ്മ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കി നോക്കൂ എങ്ങനെയുണ്ടെന്ന്. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. അമ്മ ഇപ്പോഴും എൻ്റെ അടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറയാറുണ്ട്. ഞാൻ ഉണ്ടാക്കിയതുപോലെ ആവുന്നില്ല, പോലെ. ഓക്കെ. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഇതിന് പച്ച ഉള്ളിയുടെ ടേസ്റ്റ് വരുന്നുണ്ടോ അമ്മേ? ഇല്ല അല്ലേ? അപ്പൊ നിങ്ങൾ അതെ അല്ലേ? അതാ ഞാൻ പറഞ്ഞത്, പച്ച ഉള്ളിയുടെ അങ്ങനെ ടേസ്റ്റ് ഒന്നും വരില്ല അതിന്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്. 2 മിനിറ്റേ വേണ്ടൂ ഇത് ഉണ്ടാക്കാൻ. വളരെ ഈസി ആയിട്ടുള്ള സാധനമാണ്. നമുക്ക് വേറെ ഇനി വീഡിയോകളൊക്കെ ഇടണം കേട്ടോ, വേറെ കുക്കിംഗ് വീഡിയോ അല്ലേ? അടയൊക്കെ ഉണ്ടാക്കിയിട്ട് അമ്മ കാണിച്ചു തരും നമുക്ക്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.